നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഹോമിയോപ്പതി ചികിത്സയ്ക്കെതിരെ നിരന്തരം പ്രചരണം നടത്തിയ വ്യക്തിയായിരുന്നു ആരിഫ് ഹുസൈൻ തിരുവത്ത്. അദ്ദേഹം സ്വതന്ത്ര ചിന്തകനായി വിമർശനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹോമിയോപ്പതിയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്ര രംഗത്തേക്ക് എത്തുന്നത് തന്നെ. പഠിച്ച ഡോക്ടറായ വിഷയത്തെ ആധികാരികമായി വിമർശിച്ച വ്യക്തിയായിരുന്നു ആരിഫ് ഹുസൈൻ തിരുവത്ത്. ആരിഫിന്റെ രജിസ്ട്രേഷൻ കേരള മെഡിക്കൽ കൗൺസിൽ ഹോമിയോ വിഭാഗം റദ്ദാക്കിയിരുന്നു. നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും ആരിഫ് മറുപടി കൊടുത്തിരുന്നില്ല. തുടർന്നാണ് രജിസ്ട്രേഷൻ റദ്ദാക്കിയത് എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ നിലവിലെ വിശദീകരണം. എന്നാൽ നിലവിൽ ആ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ആരിഫ് ഹുസൈൻ തിരുവത്ത്. പതിറ്റാണ്ടായി കട്ടപ്പുറത്തായിരുന്ന ഹോമിയോപ്പതി രജിസ്ട്രേഷൻ എന്ന എന്റെ കാളവണ്ടിയുടെ ഒടിഞ്ഞ 2 ചക്രവും ആണിയും ഹോമിയോ വകുപ്പ് ഊരിയെടുത്ത മാതൃകയായി എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോഴും വീഡിയോ പ്രതികരണവുമായി ആരിഫ് രംഗത്തെത്തിയിരുന്നു. ജലം നിർമ്മിക്കുന്ന ഓർമ്മകൾ എന്ന ടൈറ്റിലിട്ടാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. താൻ വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സാധിക്കുമെങ്കിൽ തന്റെ BHMS ഡിഗ്രി കൂടി എടുത്തുകൊണ്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്ക് നിലവിൽ ആ ഡിഗ്രി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും സർട്ടിഫിക്കറ്റ് നിലവിൽ കയ്യിലുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് വാങ്ങൂ എന്നുമാണ് അദ്ദേഹം വിമർശിച്ചത്. താൻ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം അങ്ങോട്ട് പോയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ആരിഫ് ഹുസൈൻ തിരുവത്ത് പ്രതികരിച്ചിരുന്നു. അശാസ്ത്രീയമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് വൻതോതിൽ ഭരണകൂടം അടക്കം പിന്തുണയും ഫണ്ടിങ്ങും നൽകുന്ന ചികിത്സാ മേഖലയാണ് ഹോമിയോ ചികിത്സയെന്നും എല്ലാ വിശ്വാസ ചികിത്സകൾക്കും എന്ന പോലെ ധാരാളം ആരാധകരും ഹോമിയോപ്പതിക്കുണ്ട് എന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റ് എന്ന നിലയിൽ മാത്രമാണ് ഹോമിയോ പഠിക്കാൻ ചേർന്നതെന്നും പിന്നീട് തനിക്ക് ലഭിച്ചതുകൊണ്ട് പഠിച്ചുവെന്നും എന്നാൽ പഠനകാലത്താണ് അതിലെ അശാസ്ത്രീയത തിരിച്ചറിഞ്ഞെന്നും ആരിഫ് പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ബദൽ ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നും ജർമ്മൻ ഭിഷഗ്വരനായ സാമുവൽ ഹാനിമാൻ 18-ാം നൂറ്റാണ്ടിന് അവസാനം വിഭാവനം ചെയ്ത ചികിത്സാ രീതിയാണ് ഇതെന്നും ഓഗനോൺ എന്ന ഗ്രന്ഥത്തിലാണ് ഹാനിമാന്റെ ആശയങ്ങളും ചികിത്സാ പദ്ധതിയും അടങ്ങിയിരിക്കുന്നത്. ഹോമിയോപ്പതിയുടെ ഏതുതരം രോഗത്തിനായാലും ഹോമിയോപ്പതി മരുന്നുകൾ ചികിത്സിക്കുന്നത് ഫലപ്രദമല്ല എന്നും ഹോമിയോപ്പതി ഇന്ത്യയിൽ ഒരു അംഗീകൃത ചികിത്സാ രീതിയാണെങ്കിലും പല വികസിത രാജ്യങ്ങളിലും ഹോമിയോപ്പതി ചികിത്സയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോമിയോ മരുന്നുകൾ സൃഷ്ടിക്കുന്നത് വെറും മാനസികമായ ഫലങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നതെന്നും അതുകൊണ്ട് നിരവധി പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ടെന്നുമാണ് ആരിഫ് അടക്കമുള്ള ഹോമിയോപ്പതി വിമർശകരുടെ വാദങ്ങൾ. നിലവിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഹോമിയോപ്പതി. കേന്ദ്ര സർക്കാരിന് കീഴിൽ രൂപം കൊണ്ട് വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുള്ള മന്ത്രാലയമാണ് ആയുഷ്. 2014 നവംബർ 9-നാണ് ആയുഷ് മന്ത്രാലയം നിലവിൽ വന്നത്. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി എന്നീ 5 വിഭാഗങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ഉപയോഗിച്ച് എഴുതി ചുരുക്കെഴുത്താണ് ആയുഷ്. ഈ മേഖലകളിലുള്ള പഠന ഗവേഷണങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. ഈ 5 മേഖല കൂടാതെയുള്ള ഇതര സമാന്തര വൈദ്യശാസ്ത്ര മേഖലകളും ഈ വകുപ്പിന് കീഴിലാണ് വരുന്നത്. എന്തായാലും തനിക്ക് ലഭിച്ച ഹോമിയോപ്പതി ഡിഗ്രി കൂടി എടുത്തുകൊള്ളൂ, തനിക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല, തന്റെ ഡോക്ടർ എന്ന പദവി കൂടി ക്യാൻസലാക്കിയ അവസരത്തിൽ നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് ഹോമിയോപ്പതി ചികിത്സകരോടും മെഡിക്കൽ ബോർഡിനോടും ആരിഫ് ഹുസൈൻ പ്രതികരിക്കുന്നത്.